कर रहा था कि मैं गॉड्स मिशन के द्वारा मुझे एक गवाही देने का मौका मिले। ഞാൻ ഒത്തിരി നാളുകൾ കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗോഡ്സ് മിഷൻ മുഖാന്തരം എനിക്ക് എന്റെ അനുഭവം ഒന്ന് പങ്കുവയ്ക്കുവാൻ. और वो मौका मुझे मैं फील्ड में गया था और थॉमसन अंकल ने मुझे फोन किया, आप प्रचार कर सकते हो क्या? लेकिन मैं उस समय में मयूरभंज फील्ड में था। ഞാൻ കഴിഞ്ഞ ദിവസങ്ങളുടെ ഫീൽഡിലായിരിക്കുമ്പോൾ തോമസൺ പാസ്റ്റർ ഫോൺ ചെയ്യാനിടയായി. ആ സമയത്ത് എനിക്ക് സാക്ഷ്യം പറയുവാൻ അവസരം ലഭിച്ചില്ല. ഞാൻ ഫീൽഡിലായിരുന്നു. लेकिन मुझे वहां पर शांति नहीं मिला, मुझे लगा कि मैं कीमती समय मैंने खो दिया। ആ സമയം എനിക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ വിചാരിക്കുന്നു അതെനിക്ക് ഏറ്റവും വിലപ്പെട്ട സമയമായിരുന്നു നഷ്ടപ്പെട്ടത്. मुझे ये मौका ये 2025 में मिलेगा नहीं मिलेगा, मैंने बहुत समय में चिंतित में था और मैं सचमुच में प्रार्थना भी मैंने उस समय भी किया। 2025 എനിക്ക് അവസരം ലഭിക്കുമോ ലഭിക്കില്ലായോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാൻ ഒത്തിരി വ്യാകുലപ്പെടുവാനിടയായി. जब किसी चीज में जब बहुत से उत्साह होता है और वो चीज को जब नहीं मिलता तो उसमें मन में दुख लगता है। ये मेरे जीवन में कई बार ऐसा हो चुका है या होता रहता है। വലിയ ഉത്സാഹത്തോടുകൂടെ കടന്നു വരുമ്പോൾ അവസരം ലഭിക്കാതെ വരുമ്പോൾ എന്റെ ജീവിതത്തിൽ അങ്ങനെ പല പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. അത് വലിയ ദുഃഖമായി മാറാറുണ്ട്. क्योंकि मैंने इस युग में जब आया, मैं नया नहीं था, लेकिन मैं कई बार जुड़ा और लेकिन कई चीजों से मैंने जब बार बार प्रार्थना कर रहा था तो मेरे लिए प्रतिकूल परिस्थिति नहीं था कि मैं इस युग में कंटिन्यू में आगे बैठ सकूं। ഞാൻ ഈ സൂമിൽ ഞാൻ പുതുതായിട്ടല്ല, ഞാൻ പല പ്രാവശ്യവും ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് ഇതില് കണ്ടിന്യൂ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊന്നും ഇല്ലായിരുന്നു. इसका कई रीजन था जो कि मैं समय के अनुसार भी मैं कभी बात करूंगा, लेकिन आज मुझे जो मौका मिला है मेरे जीवन के बारे में प्रचार करना और यीशु के बारे में प्रचार करने का जो मौका मिला है, ये मौका को मैं अन्य अन्य बातों कहकर मैं समय को बर्बाद नहीं करूंगा। आपका समय को भी मैं बर्बाद करना नहीं चाहता। ആമേൻ. എനിക്ക് ലഭിച്ച അവസരത്തിനെ ഞാൻ വ്യർത്ഥമാക്കി കളയുവാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റു കാര്യങ്ങൾ പറഞ്ഞ് വ്യർത്ഥമാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ദൈവം ചെയ്ത എന്റെ അനുഭവത്തിൽ കൂടെയും വചനത്തിൽ കൂടെയും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. आप जब भी बैठे हैं और जब सुन रहे हैं, ये वचन भी जो है और ये परमेश्वर का वचन है। हम जब बातें करते हैं, आप लोग भी मेरे लिए प्रार्थना करते रहिएगा कि ये मेरे जीवन का एक उत्साह है कि मैं आप लोगों से मैं अच्छे से पहुंच सकूं वचन के द्वारा, मेरे गवाही के द्वारा। നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ വചനത്തിൽ നിന്നും എന്റെ അനുഭവത്തിൽ നിന്നും ഞാൻ നിങ്ങളിൽ എത്തിക്കുവാൻ തക്കവണ്ണം ഞാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ അതിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. मैं आज मरकुस के पत्री जो है, मैं 4 अध्याय उसका 35 से 41 से मैं आप लोगों के साथ थोड़ा मैं बात करूंगा। മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 and 41 तक 35 മുതൽ 41 വരെ. कोई एक जन पढ़ सकते हैं तो? അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ടു താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറു പടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട്, അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. परमेश्वर का महिमा हो इस वचन के द्वारा। परमेश्वर मुझे और आप लोगों का आशीष करे इस वचन के द्वारा। ദൈവം നാമത്തോണ്ടാകട്ടെ. ഈ വചനപ്രകാരം എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. यीशु मसीह यहाँ पर उस पार जाने का बात कर रहे हैं। शिष्यों के साथ जब रहते हैं तो उनका मिनिस्ट्री और एक जगह से दूसरी जगह वो कैरी करते थे, और ज्यादातर जहाज में जो कि बोट है, वो बोट के द्वारा से और समुद्र के आर पार जाने के लिए वो प्रयास करते थे। യേശു ക്രിസ്തു തന്റെ ശുശ്രൂഷ ആമേൻ ഒരു വശത്ത് ഒരു ഇടത്തു നിന്നും മറ്റൊരു വശത്തേക്ക് ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിച്ച്
താൻ പടകിൽ കയറി അക്കരയ്ക്ക് പോകാ എന്ന് ശിഷ്യന്മാരുമായിട്ട് പറഞ്ഞ് കടന്നു പോകുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. आज का मेरा जो सरमन है, पीस बी स्टील, शांत रहो। पीस बी स्टील यानी कि शांत रहो, സമാധാനമുള്ളവരായിരിക്കുക. यहाँ पर एक चीज देखते हैं, मैं जब मेरे जीवन में जब मैंने निकला और मैं एक जो मेरे साथ जब परमेश्वर ने, मैं जब 25 पढ़ाई कर रहा था, उसी समय मैं यीशु मसीह के बारे में उतना जानकारी नहीं था। और मैं जब यीशु मसीह को जानना शुरू किया, मैं जब इतिहास पढ़ रहा था, वहां पर बिफोर क्राइस्ट एंड आफ्टर क्राइस्ट रहा था, तो मैंने वहां पर पढ़ रहे थे, तो उन्होंने मुझे स्ट्राइक किया कि ये क्या चीज है। ഞാന് ഇതിനെക്കുറിച്ച് ഞാൻ പഠിക്കുകയായിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിനെ കുറിച്ച് അധികമായി അറിയുവാൻ വേണ്ടി ഞാൻ ചരിത്രപരമായിട്ടും ഞാൻ പഠിക്കുവാൻ ആഗ്രഹിച്ചു. और मुझे वो बार बार वो बिफोर क्राइस्ट एंड आफ्टर क्राइस्ट मुझे बार बार मेरे हृदय में बात करना रहा कि ये क्या चीज है। ക്രിസ്തുവിന് മുമ്പുള്ളതിനെയും ക്രിസ്തുവിന് പിന്നുള്ളതിനെ കുറിച്ച് ഞാൻ പഠിക്കുവാൻ ആഗ്രഹിച്ചു. എന്റെ ഹൃദയത്തിൽ എപ്പോഴും അതിനെ കുറിച്ച് ഒരു ചിന്തയുണ്ടായിരുന്നു, ഇത് എന്താണ്. वो मेरा मन में घर कर लिया था। और बार बार जब मैं पढ़ाई भी कंप्लीट किया, मुझे परमेश्वर के दया से एक गवर्नमेंट नौकरी भी मिला। ഞാൻ വിദ്യാഭ്യാസം പൂർത്തിയാക്കുവാൻ ദൈവം സഹായിച്ചു. അത് കഴിഞ്ഞ് എനിക്കൊരു ഗവൺമെന്റ് ജോലി ലഭിച്ചു. और मेरा गवाही बहुत लंबा हो जाएगा, इसलिए मैं स्टार्ट करना चाहता हूँ। मेरे गांव में कोई मसीह नहीं था, और आज मेरा 27 साल मसीह जीवन हो गया। दूसरा कोई व्यक्ति मसीह को ग्रहण नहीं किया, ऐसी प्रकार का मेरा गांव है। എന്റെ വില്ലേജിനെ കുറിച്ച് പറയാമെങ്കിൽ അവിടെ ഒരു ക്രിസ്ത്യാനി പോലും ഇല്ലാതിരുന്ന ഒരു ഗാവാണ്. അവിടെ 27 വർഷം ക്രിസ്തീയ ജീവിതത്തിൽ എനിക്ക് ജീവിക്കുവാൻ ദൈവം സഹായിച്ചു. आज जब मेरे जीवन में जब मैं जवानी में था, उस समय मेरे पास 3 चीज मेरे पास एंट्री किया। ഞാൻ യൗവനക്കാരനായിരിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ ഞാൻ അനുഭവിക്കാനിടയായി. फर्स्ट ऑफ ऑल आया, फर्स्ट मनी आया, पैसा आया, पैसा। ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ വിഷയം സാമ്പത്തികമായിരുന്നു. सेकंड नंबर एक लड़की आया। രണ്ടാമത്തത് ഒരു സഹോദരിയായിരുന്നു. और थर्ड में ये जो मैं पकड़ा हुआ बाइबल मेरे हाथ में आया। മൂന്നാമത് എന്റെ ജീവിതത്തിൽ വന്നത് ഞാൻ ഈ കയ്യിൽ പിടിച്ചിരിക്കുന്ന ബൈബിളാണ്. और वो तीनों एक साथ एंट्री किया मेरे जीवन में। ഈ 3 വിഷയവും ഒരുപോലെ എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. एक जवान व्यक्ति आप क्या करेगा, आप भी सोच रहे हैं, और मैं भी अभी भी सोचता हूं कि परमेश्वर मुझे किस प्रकार का ये तीनों चीज देकर उसके पास में कैसे आए। ये मेरे लिए भी आज भी एक आश्चर्य बात है। ഈ 3 കാര്യങ്ങളും പണവും സ്ത്രീയും ബൈബിളും ഒരുമിച്ച് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. നിങ്ങൾ ചിന്തിക്കുക, ഒരു യൗവനക്കാരന്റെ ജീവിതത്തിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്. ये मैं कहने का मतलब है, ये मेरा जीवन में किस प्रकार का मैं यीशु मसीह को मैंने पाया और ग्रहण किया। ये मेरा एक ये भाग है जो कि मैं इसको बिना बोले में ये मेरा गवाही कंप्लीट नहीं होगा। ഞാൻ ഇത് പറയുവാനുള്ള കാരണം ഇതെന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിനെ കുറിച്ച് അത് മൊത്തം അത് ഫുള്ള പറയാതെ ഇരുന്നു കഴിഞ്ഞാൽ അതിന്റെ സാക്ഷ്യം അത് കംപ്ലീറ്റ് ആകത്തില്ല. जिसमें ड्यूटी जा रहा था, तो मैंने एक लड़की को देखा। ഞാൻ ഡ്യൂട്ടിക്കായി കടന്നു പോകുമ്പോൾ ഞാനൊരു സ്ത്രീയെ കാണുവാനിടയായി. और उस दिन में जब मैंने ड्यूटी के जब मेरे ऑफिस में चला गया, वहां फिर बैठकर केवल उन्हीं के बारे में मेरे दिमाग में बात करना शुरू किया। ഞാൻ ഓഫീസിൽ ചെന്നിരിക്കുമ്പോഴും എപ്പോഴും ആ സ്ത്രീയെ കുറിച്ച് മാത്രം ഇങ്ങനെ സംസാരിക്കാനിടയായി. मेरा ड्यूटी जैसे खत्म हो गया, फिर वो रास्ता में आया, लेकिन उसको मैंने नहीं मिला। എന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ ആ സ്ത്രീയെ പിന്നെ എനിക്ക് കാണാൻ പറ്റിയില്ല. मैं बेचैन था, ഞാൻ വളരെ വ്യാകുലനായി. मैं कैसे उसको देखूं। ഞാൻ എങ്ങനെയാണ് അവരെ കണ്ടുമുട്ടുന്നത്. दूसरे दिन फिर उस समय में एक बार गया, വീണ്ടും ഞാൻ അടുത്ത ദിവസം വീണ്ടും പോയി. लेकिन मैंने देख नहीं पाया उसको। ഞാൻ അവരെ കാണാനിടയായില്ല. मेरा मन बहुत उदास में था। എന്റെ മനസ്സ് വളരെ വ്യാകുലമായി തീർന്നു. उसको कोई पता नहीं था कि ये व्यक्ति मेरे को कभी नहीं जानते थे, या उसके परिवार मेरे को नहीं जानते थे। കുടുംബമോ അവരെയോ അല്ലെങ്കിൽ ഞാനോ അവരെ തമ്മിൽ അറിയില്ലായിരുന്നു. लेकिन एक दिन मैंने सोचा कि ये उनके घर जाने के लिए मैंने आप जो उसके मैंने
डिसाइडेड किया कि उसके घर में जाऊंगा। ഞാൻ ഒരു ദിവസം ഒരു തീരുമാനമെടുത്തു എനിക്ക് അവരുടെ വീട്ടിലോട്ടൊന്ന് പോകണം. अब मेरा जो चिंता था, मेरा जो सोच था, वो बहुत 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 मैंने गंदा था और बहुत गलत सोच के साथ में उस घर के ओर में बढ़ रहा था। എന്റെ വിചാരങ്ങൾ ഏറ്റവും മോശമായ രീതിയിലുള്ള ചിന്തയുമായിട്ട് ഞാൻ അവരുടെ ഭവനത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. क्योंकि मुझे परमेश्वर का कोई भय नहीं था, എന്നാൽ എന്റെ ജീവിതത്തിലെ ദൈവഭയമില്ലായിരുന്നു. मुझे गांव में किसी को डर नहीं था, എന്റെ ഗാവില് എന്റെ വില്ലേജിലാണെങ്കിൽ ആരെയും എനിക്ക് പേടിയില്ലായിരുന്നു. मैं अच्छा उस समय जवान था और मेरे पास अच्छे पैसा भी थे। ഞാൻ ആ സമയത്ത് യൗവനക്കാരനായിരുന്നു, എന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നു. और उस समय में उनके घर जब एंट्री किया, मेरा पास एक साइकिल था, वो हवा को मैंने खोल दिया और हवा को उसके पंप हवा लेने के लिए उनके घर के सामने मैंने खड़ा हो गया। എന്റെ കയ്യിൽ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. ആ സൈക്കിളിൽ കാറ്റ് നിറച്ച് ഞാൻ അവരുടെ വീടിന്റെ മുമ്പ് നിന്നു. उनके पापा ने देखा और वो घर के सामने से बाहर निकला और मेरे को पूछा क्या चाहिए। അവരുടെ പിതാവ് എന്നെ കാണുവാനിടയായി അദ്ദേഹം എന്നോട് ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടത്? और मैं बोला कि मेरा हवा निकल गया है, मुझे हवा देने के लिए वो पंप जो बाड़ी है वो है, मुझे चाहिए। ഞാൻ പറഞ്ഞു, എന്റെ സൈക്കിളിൽ കാറ്റ് നഷ്ടപ്പെട്ടു, എനിക്ക് അത് കാറ്റടിക്കുവാൻ എനിക്ക് പമ്പ് വേണമെന്ന് പറഞ്ഞു. और उन्होंने मेरे घर में, उनके घर में मुझे बुलाए कि आओ हमारे घर में कुछ पानी पीकर जाना। അദ്ദേഹം തന്റെ ഭവനത്തിലേക്ക് എന്നെ ക്ഷണിച്ചു, വന്ന് വെള്ളം കുടിച്ചിട്ട് പോകാൻ വേണ്ടി ക്ഷണിച്ചു. मेरा आनंद का ठिकाना ना रहा। ഞാൻ വളരെ സന്തോഷവാനായി. यू नो, आप जानते हैं मैं क्यों इतना, मुझे दिल में आनंद आया कि मैं जो चाहता था उस घर में एंट्री करने के लिए उन्होंने उनके पिताजी के जरिया से मुझे एंट्री मिल गया। എനിക്ക് വളരെ സന്തോഷം ഉണ്ടാകാനുള്ള കാരണം ഒന്നറിയാമോ? ഞാൻ അവിടെ ആ ഭവനത്തിൽ ചെല്ലുവാൻ ആഗ്രഹിച്ചു, എന്നാൽ ആ പിതാവ് മുഖാന്തരം എനിക്ക് അവിടെ പ്രവേശിക്കാനിടയായി. जब मैं अंदर में गया तो उनके परिवार से जब मिला, वो लड़की को भी देखा, लेकिन मेरा माइंड दूसरा मैंने चेंज हो गया उस समय में। ഞാൻ അവരുടെ വീട്ടിലോട്ട് പോയി അവരെ എല്ലാരെയും കാണുവാനും ആ പെൺകുട്ടിയെ കാണുവാനും ഇടയായി. പക്ഷെ എന്റെ മനസ്സിലെ ചിന്തകൾ വേറെ രീതിയിലായിരുന്നു. वो अच्छा एजुकेटेड फैमिली थे, ऑल आर टीचर थे, उनके परिवार में उनके मम्मी, उनके पापा, उनके जो जितना 5 बेटे बेटियां थे अच्छे से पढ़ाई करते, अच्छे परिवार से थे, तो मेरा माइंड वहां पर बिल्कुल उल्टा हो गया। അവർ വലിയ നല്ല വിദ്യാഭ്യാസമുള്ളവരായിരുന്നു. ആ കുടുംബത്തിലെ കുട്ടികളും അവരുടെ മാതാപിതാക്കളും നല്ല വിദ്യാഭ്യാസമുള്ളവരായിരുന്നു. പക്ഷെ ഞാൻ അവിടെ ചെന്നതിന് ശേഷം എന്റെ മനസ്സ് വേറെ രീതിയിലായിരുന്നു. लेकिन मेरे मन में वही था जो उनको देखने का जो मेरा मन में था, वो मेरा कंटिन्यू जारी रहा। എനിക്ക് ആ കുട്ടിയെ കാണണം എന്നുള്ള ചിന്തയോടുകൂടെയാണ് ഞാൻ അവിടെ കടന്നു ചെന്നത്. जब मैंने, वो रोमन कैथोलिक फैमिली के थे, जो कि यीशु मसीह को मानने वाला व्यक्ति परिवार थे। അവർ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരും കത്തോലിക്ക കുടുംബത്തിലുള്ളവരായിരുന്നു. और उनके पास मुझे इतना उन्होंने प्रेम दिया, जैसे यूहन्ना 3:16, सचमुच में परमेश्वर ने जगत से ऐसा प्रेम किया था कि अपने एकलौते पुत्र को हमारे लिए जैसा दे दिया, जो कोई विश्वास करेगा वो नाश ना हो परंतु अनंत जीवन का अधिकारी होगा। ये वचन सचमुच में ये मेरे लिए था। യോഹന്നാൻ 3:16 പറയുന്നത് പോലെ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ള ആ വചനം എന്റെ ജീവിതത്തിലെ അത് ഏറ്റവും അനുഗ്രഹമായിരുന്നു. उस प्रेम को उस परिवार ने बहुत उस प्रेम के साथ वो परिवार आगे बढ़ रहे थे। ആ കുടുംബം വളരെ സ്നേഹത്തിൽ മുന്നോട്ട് പോകുമായിരുന്നു. और उनके घर में जो पादरी आते थे, बहुत बढ़िया अच्छा प्रार्थना करते थे, बहुत सुंदर वहाँ आराधना होता था उनके घर में, और वहां पर मुझे बैठने के लिए मौका मिला। ആ കുടുംബത്തിൽ അവരെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി അവരെ ചർച്ചിലെ ഫാദർ വരുമായിരുന്നു. അദ്ദേഹം നല്ല രീതിയിൽ ആരാധന നടത്തുമായിരുന്നു. എന്നെയും അവിടെ ആരാധനയ്ക്ക് ക്ഷണിക്കുമായിരുന്നു. और धीरे धीरे मेरा जो गलत सोच था वो धीरे धीरे हटना शुरू हो गया। എന്നാൽ പതുക്കെ പതുക്കെ എന്റെ തെറ്റായ ആ ചിന്ത എന്നിൽ വളരുവാനിടയായി. उनका 5 बेटी और बेटे में मुझे भी एक बेटा के तौर में उन्होंने शामिल कर दिया उनके परिवार में। ആ മാതാപിതാക്കൾക്ക് 5 മക്കളുണ്ട്. ആ 5 മക്കളില് എന്നെയും അവരുടെ ഒരു മകനായിട്ട് തന്നെ അവർ കരുതുവാൻ ആരംഭിച്ചു. और इसी प्रकार का हमारा समय गुजरता गया। और वहां से जब मेरा है, इस हाथ में मेरे पास बाइबल
मैंने वहां उस घर से मैंने पकड़ा इस बाइबल को। പ്രൈസ് ലോർഡ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ ഭവനത്തിൽ വെച്ച് തന്നെ എനിക്ക് ഒരു ബൈബിൾ ലഭിക്കാനിടയായി. ഞാൻ ആ ബൈബിൾ എപ്പോഴും എന്നോട് കൂടെ കരുതാനിടയായി. और वहीं से मेरे जीवन में मैंने यीशु मसीह का परिचय मिला, और जब परिचय मिला और मैं वहां से मैं परमेश्वर का सेवा के बारे में नहीं जानता था, लेकिन बाइबल पढ़ने के लिए मैंने कोशिश किया। അവിടെ വെച്ച് എനിക്ക് ബൈബിൾ ലഭിക്കാനിടയായതോടും കൂടെ എനിക്ക് സുവിശേഷ വേലയെക്കുറിച്ച് അറിയില്ലായിരുന്നു. എന്നാൽ ഞാൻ അവിടെ മുതൽ ബൈബിൾ പഠിക്കുവാൻ ആരംഭിച്ചു. और जब एक बार मैंने बाइबल पढ़ना शुरू किया, परमेश्वर ने मुझे नए नए तरीका से बातें करना शुरू किया, और मेरा मन नौकरी में नहीं लगा, और मैं बाइबल कहाँ पढ़ते हैं वो ढूंढना मैंने शुरू किया। ഞാൻ ബൈബിൾ പഠിച്ചു വരുമ്പോൾ എനിക്ക് ബൈബിൾ പഠിച്ച് മുന്നോട്ട് വരുമ്പോൾ എനിക്ക് പിന്നെ ജോലിയോടുള്ള ശ്രദ്ധയല്ല, ദൈവവചനത്തിൽ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കുവാനും അന്വേഷിക്കുവാനും ആരംഭിച്ചു. इसी प्रकार का मेरा समय बीते गया। हमारे उसी जिस लड़की के पीछे में मैं गया था, परमेश्वर ने 5 साल के बाद उसी लड़की को मेरे जीवन में वो मेरा धर्म पत्नी होने के लिए मौका दिया। इसीलिए मैं परमेश्वर को धन्यवाद देता हूँ। ഏത് പെൺകുട്ടിയാണോ ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ അവളുടെ പിന്നാലെ പോയത്, 5 വർഷത്തിന് ശേഷം അവളെ തന്നെ എന്റെ ഭാര്യയാക്കി തീർക്കുവാൻ ദൈവം സഹായിച്ചു. अब एक चीज को आप सब लोग जानते हैं कि गलत तरीका से जाने वाला व्यक्ति परमेश्वर अपने बेटे को और बेटियों को कितना जो चीजों को हम मांगते हैं वो चीज को बहुत बढ़िया सुंदर करके खुद को वो लौटा देता है और वो चीज को देता है। തെറ്റായ ചിന്തയിൽ കൂടെ വഴിയിൽ കൂടെ നടക്കുന്ന വ്യക്തിയെ ദൈവം സ്നേഹിച്ച് എന്തുമാത്രം നേരെയാക്കി തന്റെ ജീവിതത്തിൽ നന്മയുടെ വഴികൾ തുറന്ന് നടത്തുന്നതെന്ന് ആമേൻ എന്റെ ജീവിതത്തിൽ ദൈവം കാണിച്ചു. क्योंकि इसीलिए यूहन्ना 3:16 मेरे जीवन का एक लाइफ लाइन है। आपके जीवन में भी ये हॉल मार्क है मेरे जीवन में। യോഹന്നാൻ 3:16 എന്നുള്ളത് എന്റെ ജീവിതത്തിൽ അത് ഏറ്റവും ആമേൻ വലിയ ഒരു അനുഗ്രഹവും എന്റെ ജീവിതത്തിൽ അത് ഏറ്റവും വലിയൊരു മാർഗദർശിയായി തീർന്നു. उनके साथ मेरा जब शादी हो गया और मेरा एक शादी होने के बाद मेरा एक लड़का हुआ, ഞാൻ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും എനിക്ക് ഒരു മകൻ ലഭിക്കാനിടയായി. और एक बार समय आया कि मैं 1 साल के बाद मैं ऑलरेडी मेरा बुखार हुआ, और मैं उस रात में ऑलरेडी मेरा जीवन क्या हो गया, मैं ऑलरेडी मैं मर चुका था। ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് അസുഖം ബാധിക്കുകയും ഞാൻ മരണക്കിടക്കയിലായി തീരുകയും ചെയ്തു. रात भर मेरे परिवार मेरे से मेरे पाँव को दबा रहे थे, मेरे हाथों को पकड़ रहे थे, लेकिन मेरा कोई होश नहीं था, और वो डेड बॉडी जैसा मेरा मैंने जो बेड में पड़ा हुआ था। രാത്രി മൊത്തവും എന്റെ കുടുംബക്കാരെ എന്റെ ചുറ്റും ഇരുന്ന് എന്റെ കൈകാൽ ചൂട് പിടിപ്പിക്കുകയും എന്റെ കൈകാലില് മസാജ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഞാനൊരു ഡെഡ് ബോഡി പോലെ ഒരു ബോധമില്ലാത്തവനായി ആ കട്ടിൽ തന്നെ കിടക്കുകയായിരുന്നു. और एक बार होश आया, और मैं परिवार से बोला कि मैं और नहीं बचूंगा, मुझे बेड से मुझे नीचे में उतार दो, ताकि मेरा जीवन अब खत्म होने वाला है। ഇടയ്ക്ക് എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ എന്റെ ഭവനക്കാരോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്നെ ഈ കട്ടിൽ നിന്നും എടുത്ത് താഴെ കിടത്തുക, ഇനി ഞാൻ ജീവിച്ചിരിക്കത്തില്ല, എന്റെ ജീവിതം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. मेरे घर में मेरा बड़ा भाई था, मेरे मम्मी था, सब कुछ थे। मेरा मम्मी तो थोड़ा बहुत मेरे साथ था, लेकिन उस समय में मुझे बहुत से विरोध कर रहे थे कि ये मसीह बन गया, ये बहुत गलत जगह पर ये ईसाई बन गया, इसको हम छुएंगे नहीं, इसके घर में हम नहीं जाएंगे। എന്റെ മാതാവും എന്റെ മൂത്ത സഹോദരനും ഉണ്ടായിരുന്നു. എന്റെ മാതാവ് എനിക്ക് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പക്ഷെ എന്റെ മൂത്ത സഹോദരൻ എനിക്ക് വിരോധമായിട്ട് ഇവൻ ക്രിസ്ത്യാനിയായി തീർന്നു. അതുകൊണ്ട് ഇവൻ തെറ്റായ തീരുമാനം എടുത്തത് കൊണ്ട് അവന്റെ ഭവനത്തിൽ പോകേണ്ട, അവനുമായിട്ടൊരു ബന്ധം വേണ്ട എന്ന് മൂത്ത സഹോദരൻ പറയുമായിരുന്നു. इसी प्रकार का चलता रहा, और सुबह जब हुआ मुझे हॉस्पिटल लेने के समय में परमेश्वर ने मुझे, और हॉस्पिटल नहीं गया, मेरा जो फादर इन लॉ घर जाने के लिए मैंने इशारा किया, ये मेरा पत्नी बोलता है मुझे होश नहीं था। എന്നാൽ രാവിലെ ആയപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി അവരെല്ലാം തീരുമാനിച്ചു. എന്നാൽ ആ സമയത്ത് എന്റെ ഭാര്യയുടെ ഭവനത്തിലേക്ക് കടന്നു പോകുവാൻ വേണ്ടി ഞാൻ കൈ കൊണ്ട് ആംഗ്യം കാണിച്ചു എന്ന് എന്റെ ഭാര്യ പറയുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. और उसी समय परमेश्वर ने मुझे चंगाई दिया। मैं 8 बजे सुबह 8 बजे थोड़ा मुंह खुला, और मैं जब बातें किया, और वो परिवार सब आनंदित हुए।
എന്നാൽ 8 മണിയായപ്പോൾ ഞാൻ വായു തുറന്ന് സംസാരിക്കുവാൻ തുടങ്ങി. എനിക്ക് തിരിച്ചു കിട്ടി. എന്റെ വീട്ടുകാരെല്ലാം വലിയ സന്തോഷത്തിലായി തീർന്നു. लेकिन मेरा वो जारी था कि मैं बाइबल कहाँ पर पास्टर या मिनिस्ट्री क्या होता है मुझे बिल्कुल पता नहीं था, लेकिन एक मेरा जिद था कि मुझे बताओ कि बाइबल कहाँ पढ़ते हैं। എന്നാൽ എന്റെ മനസ്സിലെ എനിക്ക് സുവിശേഷ വേലയെക്കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചോ അറിയത്തില്ലായിരുന്നു. എന്നാൽ എനിക്ക് ഒരു കാര്യം, ബൈബിൾ വായിക്കണം, അത് എവിടെ നിന്ന് പഠിക്കണം എന്നുള്ള കാര്യം ഞാൻ ചിന്തിക്കാനിടയായി. तो मुझे किसी ने बताया कि एक मिशंस इंडिया है, वहाँ बाइबल चलाते हैं छत्तीसगढ़ में, आप जाना चाहते हो तो वहां जाकर आप देख लो, मुझे इतना पता नहीं है। എന്നാൽ ഒരാൾ എന്നോട് പറഞ്ഞു, മിഷൻ ഇന്ത്യ എന്ന് പറഞ്ഞ ഛത്തീസ്ഗഡിൽ ഒരു ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്, നിനക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. उसी के पश्चात मेरा दूसरा लड़का भी हो गया था, 6 महीना का था। ആ സമയത്ത് എനിക്ക് രണ്ടാമതൊരു മകൻ ജനിച്ചു, 6 മാസമായി. मुझे उनके द्वारा से मुझे जम्मू कश्मीर में ट्रेनिंग जाने के लिए मुझे मौका मिला। എനിക്ക് എന്നോട് സംസാരിച്ച വ്യക്തി മുഖാന്തരം ജമ്മു കാശ്മീരിൽ ബൈബിൾ ട്രെയിനിങ് പോകുവാൻ വേണ്ടി എനിക്ക് അവസരം ലഭിച്ചു. उन्होंने मेरे को बहुत डर रहे थे कि मैं उस समय मेरा गटअप पूरा फुल दाढ़ी था और मैं थोड़ा यंग था। मेरा बात जो था बहुत माने स्वस्थ था और जैसे कड़क जैसे बात था, तो वो मिशन के जो डायरेक्टर थे वो डर गया। എന്റെ ആ സമയത്ത് ഞാൻ ഫുള്ള് ഇങ്ങനെ താടി വയ്ക്കുമായിരുന്നു. മാത്രമല്ല, ഞാൻ യൗവനക്കാരനായി. എന്റെ സംസാരവും വളരെ റൂഡായിട്ടുള്ള കടുപ്പമേറിയ വാക്കുകളായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ ഡയറക്ടറും എന്നെ കണ്ടിട്ട് ഒന്ന് ഭയക്കുവാനിടയായി. उन्होंने मुझे जब भेजने के लिए तैयार था, उन्होंने बोला कि आप ही जाओगे अकेला और परिवार को आपको घर में छोड़ना पड़ेगा। എന്നെ ട്രെയിനിങ്ങിനായിട്ട് അയക്കുമ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞത്, എന്റെ കുടുംബം കൂടെ വരാൻ പറ്റത്തില്ല, നീ ഒറ്റയ്ക്ക് തന്നെ അവിടെ ട്രെയിനിങ്ങിന് പോകണമെന്ന് എന്നോട് പറയാനിടയായി. और वहां पर मैंने बोला कि मैं जब जाऊंगा मेरा पत्नी और मेरा 2 बेटे को मैं लेकर जाऊंगा। ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ പോകുന്നെങ്കിൽ ഞാനും എന്റെ ഭാര്യയും 2 മക്കളുമായിട്ട് ഞങ്ങൾ പോകത്തുള്ളൂ. और उन्होंने जब मैंने बात किया, वो भी डर रहे थे कि ये व्यक्ति जब हमें आगे नहीं भेजेंगे तो हमारे लिए शायद कुछ करेगा, लेकिन मैं ऐसा व्यक्ति नहीं था। എന്നാൽ ആ വ്യക്തി അല്പം ഭയപ്പെട്ട് അദ്ദേഹം വിചാരിച്ചു, എന്നെ കുടുംബത്തോടെ അയച്ചില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഒരു ഭയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനത്തെ വ്യക്തി അല്ലായിരുന്നു. लेकिन मेरा छोटे से मेरा एक जीवन है, जैसे कि जो मैं पाने का कोशिश करता हूँ, जब तक मुझे नहीं मिलता उससे पीछे मैं पड़ा रहता हूँ। आज भी वही प्रकार का मेरा जीवन है। എന്റെ കുഞ്ഞുനാളിലുള്ള ഒരു സ്വഭാവമായിരുന്നു, എന്തെങ്കിലും പ്രാപിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അത് ലഭിച്ചില്ല എങ്കിൽ അത് ലഭിക്കുവോളം ഞാൻ അതിലേക്ക് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കും. इसी प्रकार का मुझे मौका मिला मेरे पत्नी के साथ, मेरे 2 बेटे के साथ, लेकिन मेरा मिशनरी जो जर्नी था मुझे पता नहीं था, इतना आसान नहीं था मेरे लिए। എന്നാൽ എനിക്ക് അവിടെ ഭാര്യയോടും മക്കളോടൊപ്പം അവിടെ കടന്നു ചെല്ലുവാൻ ഇടയായി. എന്നാൽ ഈ മിഷണറി പ്രവർത്തനം ഏറ്റവും സരളമായ രീതിയിൽ അല്ല എന്ന് മനസ്സിലായി. मैं जब घर में था, मेरे पास घर था, मेरे पास पैसा था, मेरे पास सब कुछ, बहुत चीजें बहुत बढ़िया था। ഞാൻ ഭവനത്തിലായിരിക്കുമ്പോൾ എനിക്ക് സ്വന്തമായി വീടുണ്ട്, സാമ്പത്തികമായിട്ടും ഉണ്ട്, എല്ലാവിധമാകുന്ന ചുറ്റുപാടുകൾ എനിക്കുണ്ടായിരുന്നു. मेरा मिसेस भी वो टीचर था, वो उसको भी परमेश्वर की दया से नौकरी मिल गया था। ഭാര്യയും ഒരു ടീച്ചർ ആയിരുന്നു, അവർക്കും ജോലി ഉണ്ടായിരുന്നു. लेकिन हम दोनों छोड़कर, उसको पता नहीं था मिशनरी क्या है, क्योंकि वो रोमन कैथोलिक थे, तो सेवा में इतना पता नहीं था। लेकिन वो प्रार्थना भी उनके जीवन में इतना नहीं था। लेकिन धीरे धीरे जब मेरे जरिए से उस परिवार में प्रार्थना करने का आगे बढ़ा और सब कुछ परमेश्वर अच्छे कर मसीह को जानने के लिए मौका दिया। പാസ്റ്റർ ഭാര്യയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ കത്തോലിക് കുടുംബം ആയതുകൊണ്ട് അവർക്ക് അധികം അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു, പ്രാർത്ഥനയുടെ കാര്യങ്ങളെ കുറിച്ച്. എന്നാൽ പാസ്റ്ററുടെ ജീവിതത്തിൽ കടന്നു വന്നത് മുതൽ അവർ യേശു ക്രിസ്തുവിനെ അധികമായി അറിയുവാനും പ്രാർത്ഥിക്കുവാനും ആരംഭിച്ചു. जब ट्रेनिंग में हम गए थे, उस समय कारगिल लड़ाई भी हो गया। ട്രെയിനിങ്ങിനായി കടന്നു പോകുന്ന സമയത്താണ് കാർഗിലിന്റെ യുദ്ധം ഉണ്ടായത്. और वहां हम बच कर भी आए, क्योंकि वो बॉर्डर में हम थे। बॉर्डर में जब थे तो लड़ाई जब रात में होते तो फायर करते थे, जो कि मेरा घर के ऊपर में उसका जो आग का जो है वो मेरा ऊपर में गिरता था। ഞങ്ങളെ ആ സമയത്ത് അവിടെയുള്ള ഒരു ഗോഡൌണിലോട്ട് ആക്കുകയും അവിടെ ഞങ്ങളെ സൂക്ഷിക്കാനിടയായി. കാരണം അവിടെ യുദ്ധം നടക്കുമ്പോൾ അതിന്റെ
തീകോളം ഷെല്ലുകൾ വന്ന് വീഴുകയും ഞങ്ങളുടെ ഭവനത്തിന്റെ മേളിൽ താമസിക്കുന്ന ഭവനത്തിന്റെ മേളിൽ വീഴുകയുണ്ടായി. लेकिन परमेश्वर को धन्यवाद हो, जब मैंने बाइबल का कोर्स कंप्लीट किया, परमेश्वर ने मुझे छत्तीसगढ़ में मिनिस्ट्री करने के लिए मौका दिया. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ എനിക്ക് അവിടെ ട്രെയിനിങ് പൂർത്തീകരിക്കുവാനും ഛത്തീസ്ഗഡിൽ തന്നെ സുവിശേഷ വേല ആരംഭിക്കുവാനും ദൈവം സഹായിച്ചു. और जिस संस्था के द्वारा मैं सेवकाई कर रहे थे और जहां पर मेरा मिनिस्ट्री मैंने स्टार्ट करता, और धीरे धीरे और उनके आदमी जो थे, ये तिरुभला केरला का मिशन था और वहां अपने लोगों को वहां रखते थे. ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ മിഷന്റെ പ്രവർത്തനങ്ങളിൽ കൂടെ ചേർന്ന് ഞാൻ അവരോട് ചേർന്ന് സുവിശേഷ വേല ചെയ്യാനിടയായി. ആ സുവിശേഷ പ്രവർത്തകർ കേരളത്തിൽ നിന്നുള്ളവരാണെന്ന് മനസ്സിലാക്കി എന്നെയും അവരോട് കൂടെ ചേർത്തു. लेकिन ऐसा कई प्रकार मेरे जीवन में होते रहा. मैं सोचा कि वो मेरे लिए वो बहुत बड़ा प्यार कर रहे हैं, ताकि मुझे एक जगह से दूसरे जगह भेज रहे हैं. അവർ എന്നെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തിലേക്ക് ഇങ്ങനെ അയക്കുമ്പോൾ ഞാൻ ചിന്തിച്ചത് എന്നെ അവർ ഒത്തിരി സ്നേഹിക്കുന്നു, എന്നെ ഒത്തിരി കരുതുന്നുണ്ടെന്ന് ഞാൻ ചിന്തിച്ചു. जहां कहीं पर भी मैं जाता था, परमेश्वर मुझे लोग देते थे और वो छोटा मेरा फेलोशिप बहुत कम समय में वो खड़ा होता था परमेश्वर के अनुग्रह से. അതെ, ഞാൻ കടന്നു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ചെറിയ ചെറിയ കൂടിവരവുകൾ ആരംഭിക്കാൻ ഇടയായി. അത് ദൈവം അതിനെ വളർത്തുവാൻ ഇടയായി. उसी प्रकार में धीरे धीरे मुझे वो ट्रांसफर करते गए. मैं भी खुशी से मैं आते गए और मैं उड़ीसा में भी काफी समय सेवा किया उनके साथ. അങ്ങനെ ഞാൻ എന്നെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പല സ്ഥലങ്ങളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുവാൻ ഇടയായി. ഞാനും സന്തോഷത്തോടു കൂടെ കടന്നു പോകുമായിരുന്നു. ഒറീസയിലും വന്ന് അവരോട് ചേർന്ന് നിന്ന് സുവിശേഷ വേല ചെയ്യുവാൻ ദൈവം അവസരം ഒരുക്കി. और बहुत से लोगों प्रभु यीशु मसीह को ग्रहण किए और बहुत से लोग बपतिस्मा लिया. विथ एफिडेविट के साथ कोर्ट के सामने में स्वीकार किया कि हम यीशु मसीह को ग्रहण कर रहे हैं. അനേകർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും അനേകർ സ്നാനപ്പെടുകയും അനേകർ ദൈവത്തോട് ചേരുവാൻ ഇടയായി തീർന്നു. लेकिन उनके हर समय वहां पर कलीसिया भी उन्होंने खड़ा हुआ. और आज में जब भुवनेश्वर जब मुझे ट्रांसफर किया गया, लेकिन यहाँ आने के बाद ये फील्ड में सब कुछ उल्टा चल रहा था. എന്നാൽ പല സ്ഥലങ്ങളിലേക്കും എന്നെ അയച്ചു. എന്നാൽ പിന്നീട് ഭുവനേശ്വറിലേക്ക് എന്നെ പറഞ്ഞു വിടുകയും അവിടെ വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാനിടയായി തീർന്നു. जिस व्यक्ति को जिम्मेदारी दिया गया था, वो व्यक्ति वो व्यभिचार के साथ आगे बढ़ रहे थे. ഏത് വ്യക്തിയാണോ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു വിട്ടത്, പക്ഷെ ആ വ്യക്തി വ്യഭിചാരത്തിൽ വീണുപോയി അതിൽ പ്രവർത്തിക്കുകയായിരുന്നു. लेकिन वो हमारा अगुआ था. എന്നാൽ ആ വ്യക്തി ഞങ്ങളെ ലീഡറായിരുന്നു. मेरा मन में सोचा ये कैसे पॉसिबल है कि एक व्यक्ति दो नाव में सवारी होकर कैसा एक सेवा करने का ये व्यक्ति होगा. ഞാനിങ്ങനെ ചിന്തിച്ചു, ഒരു വ്യക്തി ഇങ്ങനെ രണ്ട് പടകിൽ എങ്ങനെ യാത്ര ചെയ്യാൻ കഴിയും? वहां से मेरे जीवन में मैंने एक चिंता किया. उनके साथ वो मेरे से हर समय डोमिनेट करता था कि किसी प्रकार का और बातों को इधर उधर ना कहूं. അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, ഇവിടെയുള്ള കാര്യങ്ങൾ അവിടെ ഇവിടെ ഒന്നും പറയരുതെന്ന് പറഞ്ഞ് എന്നെ എപ്പോഴും ഫോഴ്സ് ചെയ്യുമായിരുന്നു. उसी प्रकार का चलता रहा. लेकिन मैं उनको एश्योर किया, आप मेरा मिशन नहीं हो. मेरा मिशन परमेश्वर का राज्य को बढ़ाने का मेरा मिशन है. आप मेरे लिए मत डरो. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ മിഷൻ എന്നുള്ളത് നിങ്ങളോട് ഇങ്ങനെ ഈ രീതിയിൽ പോകാനുള്ളതല്ല, കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് എന്റെ മിഷൻ എന്ന് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാനിടയായി. मैं वहां पर एक चीज देखा, पाप क्या है. पाप लोगों को छिपाता है और सच्चाई क्या करता है, लोगों को बाहर निकलता है. ഞാൻ ഒരു കാര്യം ഇവിടെ നിന്ന് മനസ്സിലാക്കി, പാപം മനുഷ്യനെ മറയ്ക്കുന്നു, എന്നാൽ സത്യം മനുഷ്യരെ പുറത്തോട്ട് കൊണ്ടുവരുന്നു. और वो कैसे वो कई साल 1 साल 2 साल बीत गया और जब कोरोना के समय आया तो वो चुपके से मेरे नाम में गलत प्रकार का वो बात कर लिख दिया ऑफिस में. കൊറോണയുടെ സമയം കടന്നു വന്നു. ആ സമയങ്ങളിൽ ആ വ്യക്തി എന്നെ കുറിച്ച് മോശമായ രീതിയിൽ പലയിടത്തും എഴുതി അയക്കുവാനിടയായി തീർന്നു. वो हमारे से पति पत्नी के साथ मीटिंग में बहुत झगड़ा भी किया. പാസ്റ്റർ ഭാര്യ ഇരിക്കുന്ന സമയത്ത് അവരുടെ മീറ്റിംഗിൽ ഒത്തിരി വഴക്കുണ്ടാകാനിടയായി തീർന്നു. हमें उसी दिन बहुत हमारे लिए दुख हुआ कि हम इंसान के तौर से निकला नहीं था और हमने यीशु मसीह से विश्वास करके, क्योंकि मैं उस समय भी नया विश्वासी ही था और परमेश्वर का नया सेवकाई मैंने शुरू भी किया था. ആ സമയത്ത് വളരെ വിഷമം ഉണ്ടായി. കാരണം ക്രിസ്തുവിൽ പുതുതായിട്ട് കടന്നു വരികയും പുതുതായിട്ട് സുവിശേഷ വേലയിൽ കടന്നു വരികയും ചെയ്ത സമയമായിരുന്നു. कोरोना के समय में मेरा सपोर्ट उन्होंने बंद कर दिया. കൊറോണയുടെ സമയത്ത് തന്നെ അദ്ദേഹം ഞങ്ങളുടെ സപ്പോർട്ട് എല്ലാം ബന്ധാക്കി.
1 महीना गया, 2 महीना गया, बहुत हम परेशान में रहे, 1-2 മാസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഞങ്ങൾ വളരെ പ്രതികൂലത്തിലായി തീർന്നു. लेकिन परमेश्वर मुझे कभी छोड़ा नहीं है। എന്നാൽ ദൈവം ഒരിക്കലും ഞങ്ങളെ കൈവിട്ടില്ല. मसीह जीवन इतना आसान नहीं है। मैं वहां मुझे समय समझ में आया तो मसीह जीवन एक रिक्स जीवन है, जो कि परमेश्वर ने भी कहा है अपना क्रूस को आप उठाकर चलना है। ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഏറ്റവും സരളമായ ജീവിതമല്ല, അത് ഇച്ചിരി കഷ്ടതയുള്ള ജീവിതമാണെന്ന് മനസ്സിലാക്കുവാനിടയായി. കാരണം യേശു പറഞ്ഞത് നിങ്ങളുടെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കുക. लेकिन उस समय में बहुत तकलीफ मिला, मैं कहां से मैं राशन आऊंगा, उस समय सब कुछ बंद था। लेकिन परमेश्वर ने एक अंकल के द्वारा से मुझे द्वार खोला और वो अंकल ने उनके साथ मेरा परिचय था, उन्होंने मुझे सहायता भेजना शुरू किया। ആ സമയത്ത് എന്റെ സപ്പോർട്ടെല്ലാം ബന്ധായി. കൊറോണയുടെ സമയമായിരുന്നു. ഞാൻ വളരെ പ്രതികൂലത്തിലായി, എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചു. എന്നാൽ എനിക്ക് പരിചയമുള്ള ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. അദ്ദേഹം മൂലം എന്റെ കാര്യങ്ങളെ മുന്നോട്ട് നടക്കുവാൻ ദൈവം കൃപ ചെയ്തു. इसी प्रकार का मुझे वो सहायता किया, इसलिए मैं परमेश्वर को धन्यवाद करता हूँ। ആ രീതിയിൽ ദൈവം എന്നെ അത്ഭുതകരമായി നടത്തി. അതിലേക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. जो व्यक्ति मेरे ऊपर एलिगेशन लगाया था और वो 1 सप्ताह के बाद वो मर गया। എനിക്ക് വിരോധമായി മോശമായ രീതിയിൽ സംസാരിച്ച വ്യക്തി എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. लेकिन मैं नहीं कहता कि मेरे कारण मर गया, लेकिन परमेश्वर को जानता है कि मरना और जीना वो परमेश्वर के हाथ में है। लेकिन मुझे ऐसा लगा, मैं जब मेरे चारों उस समय तकलीफ में थे, किसी से हम बात कर नहीं पा रहे थे, उसी समय में हमारे लिए गलत प्रकार का चिट्ठी दिया परमेश्वर उसका जवाब शायद दिया। मैं समझता हूँ ये हो तो सच्चाई नहीं हो सकता। ഞാൻ കാരണമാണ് അല്ലെങ്കിൽ എന്നെ അങ്ങനെ ചെയ്തത് കൊണ്ട് മരിച്ചു എന്നുള്ളതല്ല വിഷയം. എന്നാൽ ഞങ്ങൾ 4 പേരും ആ സമയത്ത് വളരെ പ്രശ്നത്തിലായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് വിരോധമായിട്ട് അദ്ദേഹം നിൽക്കാൻ ഇടയായി തീർന്നു. എന്നാൽ ദൈവം അവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ലോകത്ത് നിന്ന് അദ്ദേഹം മാറ്റപ്പെട്ടു. പക്ഷെ ഞാൻ ചിന്തിക്കുന്നു, ആ സമയത്ത് എനിക്ക് വിരോധമായി അങ്ങനെ നിന്നതുകൊണ്ടായിരിക്കാം, പക്ഷെ അത് സത്യമായിരിക്കണമെന്നില്ല. लेकिन परमेश्वर है जो कि अपने बेटे और बेटियों को कभी वो भूलता भी नहीं है कि वो छोड़ता भी नहीं है, वो भूखा भी नहीं रखता। ദൈവം തന്റെ മക്കളെ ഒരിക്കലും മറക്കത്തില്ല. അവരെ വിശപ്പുള്ളവരായി അല്ലെങ്കിൽ അവരെ പട്ടിണിക്ക് അയക്കുന്ന ദൈവമല്ല. आज इसी प्रकार का हम भुवनेश्वर जो है राजधानी है, परमेश्वर ने यहाँ पर हम सेवकाई करते हैं। ഇന്ന് ഭുവനേശ്വരിലെ രാജധാനി സ്ഥലത്ത് അവൻ സുവിശേഷ വേലയിലായിരിക്കുന്നു. यहाँ पर मेरा 2 लड़का है, ऑलरेडी शादी करने का लायक हो चुका है। आप लोग भी आप प्रार्थना कर रहे हैं, इसलिए बहुत बहुत धन्यवाद। നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്റെ 2 ആൺമക്കൾ വിവാഹ പ്രായം എത്തി നിൽക്കുന്നുണ്ട്. मैं जब गॉड्स मिशन का मुझे लिंक मिला विनोद से, और मैं बहुत से खुशी था। उस समय कई बार जुड़ा और पीके थॉमसन सर के साथ हमने उड़ीसा में 50-60 आदमी को लेकर इस जूम में हम एक बार ऑलरेडी हम प्रचार उनके द्वारा से हम सुन चुके थे। ഞാൻ ഗോഡ്സ് മിഷനിൽ ചേർന്നത് മുഖാന്തരം എനിക്ക് വളരെ സന്തോഷം അനുഭവിക്കാനിടയായി. ഞാൻ തോംസൺ പാസ്റ്ററുമായിട്ട് ചേർന്ന് ഒറീസയിൽ തന്നെ 19 ദേവദാസന്മാരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ ദൈവം സഹായിച്ചു. जब उनका गवाही सुना, वो उड़ीसा कई बार आ चुके हैं। आज जब एक बार मीटिंग किया था तो उनका अभी भी मेरा याद है कि उन्होंने गाड़ी बेचना पड़ा और मीटिंग में इसी प्रकार का। आज उड़ीसा में हर समय हम एक बदनाम, ऑलरेडी उड़ीसा बदनाम हो चुका है मिनिस्ट्री के क्षेत्र में। അദ്ദേഹത്തിന്റെ സാക്ഷ്യം കേൾക്കുവാനിടയായി. സുവിശേഷ വേലയ്ക്ക് വേണ്ടി വാഹനം വിറ്റ് സുവിശേഷ വേല ചെയ്തത് ഒഡീസയിലും ഇതുപോലുള്ള പ്രശ്നത്തിൽ കൂടെ കടന്നു പോകാനിടയായിട്ടുണ്ട്. तो उसी कारण भी मैंने बहुत से सोच रहे थे कि परमेश्वर इस जूम में मैं कैसे आऊं, और जब आऊं, क्योंकि ये गॉड्स मिशन जो है ये परमेश्वर के नाम से शुरू होता है और ये परमेश्वर के नाम से खत्म होगा। ये मेरे हृदय में परमेश्वर पवित्र आत्मा बात किया। मैं मजबूर होकर मैं एक चीज को डिसीजन लिया कि मैं अलग नहीं रहूंगा। जितना दिन मेरा जीवन रहेगा मैं गॉड्स मिशन के साथ में आगे मैं बढ़ूंगा। ഞാനിതിൽ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ ഇടയായി തീർന്നു. ഇത് ദൈവത്തിന്റെ പേരിലാണ് ആരംഭിച്ചത്, അത് ദൈവനാമത്തിൽ തന്നെ തുടരും. അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്നും മാറി നിൽക്കത്തില്ല. ഞാൻ ഇതിൽ കൂടെ ചേർന്ന് തന്നെ ഒന്ന് പ്രവർത്തിക്കുമെന്ന് തീരുമാനമെടുത്തു. बिना अगुआ का जीवन, बिना अगुआ का मिनिस्ट्री कभी भी आगे नहीं बढ़ेगा। ഒരു നേതൃത്വം ഇല്ലാത്ത അല്ലെങ്കിൽ നടത്തിക്കുവാൻ ആളില്ലാത്ത ഒരു മിനിസ്ട്രി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല.
क्योंकि मैं किसी का अधीन में रहकर आया हूं, तो मुझे वो मैं अच्छे तरीके से जानता हूं कि अनुशासन में रहना कितना अच्छा बात है। ഞാൻ ഒരു വ്യക്തിയുടെ കീഴിൽ ആയിരുന്നത് കൊണ്ട് ആ ഒരു വ്യക്തിയുടെ കീഴിൽ നിന്ന് പ്രവർത്തിക്കുന്നത് എത്ര നല്ലതെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ इടയായിട്ടുണ്ട്. मैं बहुत से सबक बोलते हैं हम इंडिपेंडेंट हैं, वो शब्द मेरे लिए बहुत चुभता है, मुझे कहने में बहुत शर्मिंदा लगता है कि आई एम इंडिपेंडेंट। ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ള ആ വാക്ക് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്, എനിക്ക് ഒത്തിരി വേദനിപ്പിക്കുന്നതാണ് അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കുന്നതിന്. Because I am not a independent, but I am a dependent of God. ഞാൻ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന വ്യക്തിയല്ല, ഞാൻ ദൈവവുമായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. अब ये चीज मैं इसीलिए मैं आज खुलकर भी बोलना चाहता हूं। मैं प्रार्थना कई बार किया कि मैं थॉमसन सर के घर में आऊंगा, लेकिन वो आने के लिए ऐसा मुझे मौका नहीं मिला अभी तक। ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ തോമസ് സാറിന്റെ വീട്ടില് കടന്നു വരണമെന്ന്, പക്ഷേ ഇതുവരെയും അതിന്റെ അവസരം ലഭിച്ചിട്ടില്ല. लेकिन ये जो मैं इतना खुशी में हूं कि परमेश्वर ने, मैं उनके पास जाने के लिए था, लेकिन परमेश्वर ने उनको मेरे घर में लेकर आ रहे, इसलिए मैं इतना खुश, हमारा परिवार इतना खुश है। आओ वो दिसंबर जैसे हमारा माहौल है, जैसे कि हमने खुशी में है अभी। ഞാൻ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ പോകുവാൻ വേണ്ടി ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. എന്നാൽ എനിക്ക് അതിലും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ദൈവം അദ്ദേഹത്തെ എന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നു. അതിന് ഞങ്ങൾ വളരെ സന്തോഷമുള്ളവരാണ്. इस प्रकार का मेरा जीवन का गवाही बहुत है। मैंने कट करके किया, जब कभी और भी मौका मिलेगा, लेकिन हम वचन में समय में जाएंगे। परमेश्वर यीशु मसीह ने जब सिर्फ चेलों के साथ था, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് വചനത്തിലേക്ക് മടങ്ങി വരാം. യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായിട്ട് കടന്നു പോകുമ്പോൾ उस दिन जब सांझ हुई, അന്ന് വൈകുന്നേരം उसने चेलों के साथ അവൻ ശിഷ്യന്മാരോട് दूसरे और जाने के लिए तैयारी में थे, അക്കരയ്ക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. और उस समय जब यात्रा कर रहे थे, അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 4 का उसका 37, तब बड़ी आंधी आई और लहरें नाव पर वहां तक की लगी कि वह पानी से भरी जाती थी। 37 വാക്യത്തിൽ പറയുന്നു, അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. ये चीज को जब मैंने पढ़ रहे थे, बार बार परमेश्वर मुझे बात कर रहे थे, कोई प्रकाशन डाल रहे थे कि कष्ट के समय में परमेश्वर के साथ अपने कैसे सफर करेंगे। ഞാനിത് അനേക പ്രാവശ്യം പഠിക്കുവാനിടയായി. അവിടെ മനസ്സിലായ ഒരു കാര്യം, നമ്മൾ കഷ്ടതയുടെ സമയത്ത് കർത്താവുമായിട്ട് എത്രത്തോളം ഇഴകിച്ചേർന്ന് പോകുന്നു. ये शिष्यों के साथ जाना ये कोई नया बात नहीं था। हर समय गलील के झील में नाव के सहारा से ही इधर से उधर हो जाते थे। ശിഷ്യന്മാരോട് കൂടെ ഇങ്ങനെ കടന്നു പോകുന്നത് ഇത് പുതുതായിട്ടുള്ള അനുഭവമല്ല. അനേകം പ്രാവശ്യം അവിടെ ഗലീല കടലിൽ അവർ ഈ ബോട്ടിൽ യാത്ര ചെയ്യുമായിരുന്നു. लेकिन उस दिन इस प्रकार का क्यों घटना घटा कि बार बार लहर जो है वो माने बार बार जो लहर है बोट को वो क्या कर रहे थे, हर समय वो मार रहे थे। उसका जो लहर था वो बोट को डुबाने की कोशिश कर रहे थे। എന്നാൽ അന്നേ ദിവസം ഉണ്ടായ ആ തിരമാലകൾ തള്ളി കയറുകയും അവരെ അത് ആ പടകിലേക്ക് ആഞ്ഞടിക്കുകയും പടകിനെ മുക്കുമാറാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. मैं आज 4 बातें कहकर मैं मेरा प्रचार को मैं समाप्त करूंगा। 4 വിഷയങ്ങളെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ നിർത്താം. फर्स्ट है द रियलिटी ऑफ स्टॉर्म। द रियलिटी ऑफ स्टॉर्म, डर का वास्तवता। യഥാർത്ഥമായ ഭയപ്പാട്. आज आपके जीवन में क्या भय है मुझे पता नहीं है। നിങ്ങളുടെ ജീവിതത്തിൽ എന്താ ഭയം എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. क्या आप हो सके आप जॉबलेस हो सकते हैं। जॉबलेस नौकरी का समस्या हो सकता है। ജോബ്ലെസ്. ഓക്കെ, ജോബ്ലെസ്. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ നിങ്ങളുടെ ജോലി നിങ്ങൾ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലായിരിക്കാം. आप फाइनेंस का प्रॉब्लम हो सकता है। ചിലപ്പോൾ സാമ്പത്തിക ഞെരുക്കമായിരിക്കാം. हेल्थ इशू हो सकता है। शारीरिक समस्या हो सकता है। പ്രൈസ് ദി ലോർഡ്. ശാരീരികമായ ക്ലേശമായിരിക്കാം. पारिवारिक जीवन में अशांत हो सकते हैं। കുടുംബജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കാം. अपने नौकरी के क्षेत्र में, मिनिस्ट्री के क्षेत्र में आप संघर्ष करते होंगे। ജോലിപരമായ ബന്ധത്തിലും അല്ലെങ്കിൽ സുവിശേഷ വേലയുടെ ബന്ധത്തിലും നിങ്ങൾ വളരെ സംഘർഷം അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം. लेकिन आज मैं एक बात आपको कहना चाहता हूं, जब आपके साथ यीशु है
तो आपका हर समस्या का समाधान यीशु है। എന്നാൽ ഇന്ന് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ കൂടെ യേശു ഉണ്ടെങ്കിൽ എല്ലാ വിഷയത്തിനും പരിഹാരം യേശു നിർവഹിക്കും. उसी समय चेलों ने जब हम पढ़ते हैं उसका 38 और जब हमने 39 को पढ़ेंगे और उस प्रकार का, और हे गुरु क्या तुझे चिंता नहीं है कि हम नष्ट हो जा रहे हैं। 38 വാക്യത്തിൽ അവിടെ പറയുന്നത് അവർ കർത്താവിനെ ഉണർത്തി, ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. यही चेले थे जो यीशु मसीह के साथ बैठते थे, उठते थे, सोते थे, चलते थे। യേശുവിനോട് കൂടെ നടക്കുകയും ഇരിക്കുകയും കിടക്കുകയും എല്ലാം സംസാരിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നവർ. आज के डेट में हमारा कौन सा विश्वास है कि आज हम यीशु के साथ चलते हुए भी एक छोटा सा जब आंधी आ रहे, तकलीफ आ रहे, हमने बहुत प्रकार का बैकस्लाइड होते जा रहे हैं धीरे धीरे। യേശുവിനോട് കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പ്രതികൂലം കടന്നു വരുമ്പോൾ ഇപ്പോൾ ചിന്ത വേറൊരു രീതിയിലോട്ട് മാറിപ്പോകും. आज संसार में डर इतना भयंकर हो चुका है कि घर से निकलना भी बहुत तकलीफ है। ഇന്ന് ഭവനത്തിൽ നിന്ന് പുറത്ത് ഇറങ്ങുക തന്നെ വലിയൊരു ഭയപ്പാടിന്റെ അവസ്ഥയിൽ എത്തിച്ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം. इसी प्रकार का जो दिसंबर में था, हम घर घर जाते थे और प्रचार करते थे, ट्रक्स मारते थे। इस साल में विश्व हिंदू परिषद को अनाउंस किया गया कि किसी प्रकार का क्या है ये सुसमाचार ये लोगों नहीं करना चाहिए। ഈ ഡിസംബറിൽ ഞങ്ങൾ ട്രാക്ട് കൊടുക്കുകയും വീട് വീടാന്തോറും സുവിശേഷം പറയുകയും ചെയ്യുമായിരുന്നു. എന്നാൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഈ പ്രാവശ്യം അത് മൊത്തമായിട്ട് നിർത്തലാക്കിയിരിക്കുക. जब हम यीशु मसीह के साथ चलने का जो निर्णय लिया है, वो निर्णय को हम पूरा मजबूती से हम थामे रहें, प्रार्थना के साथ बैठे रहें और परमेश्वर का वो बातों से हमने सीखते रहें और उसका इंतजार करें कि परमेश्वर जरूर हमको मौका देगा। ആമേൻ. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുക. ആമേൻ. വിശ്വാസത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുക. ദൈവം ഒരു അവസരം തരുമ്പോൾ നമുക്ക് പുറത്തിറങ്ങി ആ സുവിശേഷം പറയുവാനുള്ള അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. यीशु मसीह जब मैंने नाव के साथ चल रहे थे, एक बड़ा मिशन के तहत दूसरे और को वो जा रहे थे, अदर साइड जा रहे थे। യേശു ശിഷ്യന്മാരും കൂടെ പടകിൽ കയറി അവർ മറ്റൊരു സ്ഥലത്ത് വലിയൊരു മിഷന് വേണ്ടി, വലിയൊരു പ്രവർത്തനത്തിന് വേണ്ടി കടന്നുപോയിക്കൊണ്ടിരിക്കുക. वहां पर एक चीज हम देखते हैं, लहर जो है बार बार बोट को क्या कर रहा था, बीट कर रहा था, बार बार उसको बीट कर रहा था. തിര ആമേൻ ആ പടകിലേക്ക് തള്ളി കയറിക്കൊണ്ടിരിക്കുക. आपके जीवन में शैतान कई बार आपको इसी प्रकार का समस्या में डालता होगा. നിങ്ങളുടെ ജീവിതത്തിലും പിശാച് ഇതുപോലെ പല പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടിട്ടുകൊണ്ടിരിക്കും. जब आप निरुपाय हो रहे हैं तो आप परमेश्वर के ऊपर छोड़ दें, और वहां पर हम देखते हैं कि यीशु मसीह सोया था. ऐसा कैसा नींद आएगा? एक प्रकार का जो समस्या हो रहा है, चिल्लाना हो रहा है, इस प्रकार का किस प्रकार का वो सो रहे थे. ആമേൻ. ആ സമയത്ത് നിങ്ങളുടെ ഭാരം കർത്താവിൽ വയ്ക്കുമ്പോൾ ഇവിടെ കാണുന്നത് യേശു അവിടെ കിടന്നുറങ്ങുക. ഇത്രയും പ്രശ്നങ്ങൾ പ്രതികൂലം നടക്കുമ്പോൾ തന്നെ യേശുവിന് എങ്ങനെയാ ഇത് ഉറങ്ങാൻ കഴിയുന്നത്? आज बहुत प्रकार का लोगों के बहुत मैच्योर क्रिश्चियन होते हुए भी बहुत लोगों का पास क्या है, यीशु मसीह को इसी प्रकार का बात करें कि यीशु मसीह क्यों नहीं कर रहा है, परमेश्वर हमारे लिए क्यों नहीं कर रहा है. ये आज भी वही शिकायत जारी है. ക്രിസ്ത്യാനികളായിരുന്നു കൊണ്ട് ഇന്നും പലരും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് കർത്താവ് ഇങ്ങനെ ചെയ്യുന്നു, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി വെളിപ്പെടുത്തുന്നില്ല എന്ന് ചോദ്യം ചെയ്യുന്നവരുണ്ട്. जब आपके पास यीशु मसीह है, वो सारे चिंता उस पर ऊपर डाल दो. वचन में तो हम पढ़ते हैं, प्रचार भी करते हैं, लेकिन जब समय आता है डर के समय, ये सारे चीजें हम भूल जाते हैं. ആമേൻ. യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുക എന്ന് തിരുവചനം പറയുമ്പോൾ, എന്നാൽ ചില പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോകുന്നു. सेकंड में हम देखते हैं द रेस्पॉन्स इन द स्टॉर्म. रेस्पॉन्स इन द स्टॉर्म. ആമേൻ. നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ ഉറച്ചു നിൽക്കുക. डर के साथ किस प्रकार का हमारा प्रतिक्रिया यीशु मसीह ने देता है. ഭയപ്പാടിന്റെ സമയത്ത് കർത്താവ് എന്ത് വാഗ്ദത്തങ്ങളാണ് നമുക്ക് നൽകുന്നത്? क्या सचमुच में यीशु मसीह सो गया था? യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു അവിടെ ഉറങ്ങുകയായിരുന്നു. बाइबल में लिखा है, मैं तुरंत मैंने रेफरेंस के साथ नहीं जा रहा हूं, बाइबल में लिखा है वो तो ना तो सोता है ना तो घुमाता है. और इस प्रकार का हमने वचन में हमने पढ़ा है. ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത് അവൻ ഉറങ്ങുകയില്ല, മയങ്ങുകയില്ല എന്ന് തിരുവചനം നമ്മോട് പറയുന്നു. जीसस विथ योर एनी सिचुएशन. परमेश्वर आपका प्रत्येक यस यीशु मसीह आपका हर एक
परिस्थिति में आपके साथ है। ഏതൊരു പ്രശ്നത്തിന്റെ മധ്യേയും ഏതൊരു പ്രതികൂലത്തിന്റെയും മധ്യേയും യേശു ക്രിസ്തു നിങ്ങളോട് കൂടെ നിൽക്കുമെന്ന് തിരുവചനം പറയുന്നു. क्या आप डर के मारे आप चिल्ला रहे हैं? എന്നാൽ ആ നിങ്ങൾ ഭയത്താൽ നിറഞ്ഞ് നിങ്ങൾ നിലവിളിക്കുകയാണോ? डर में सब कुछ आपने बंद कर चुके हैं। मिनिस्ट्री भी बहुत लोग अभी छोड़ते जा रहे हैं। बहुत से जो वादा करके परमेश्वर के साथ चलने के लिए निकला, आज हम धीरे धीरे वो निकल रहे हैं। संस्था भी बंद हो रहा है, इसी प्रकार का वो अभी निकल रहे हैं। ഭയപ്പാടിനാൽ അനേകരുടെ മിനിസ്ട്രി, അനേകരുടെ സുവിശേഷ വേല ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. കാരണം ഭയം കാരണം അവർക്ക് മുന്നേറുവാനോ അല്ലെങ്കിൽ പ്രവർത്തിക്കുവാനോ കഴിയാതെ അവർ ഒതുങ്ങിക്കൂടുന്നതായിട്ട് കാണുവാൻ കഴിയും. डर में मिनिस्ट्री बंद कर देना और भय से निकल जाना मतलब ऑलरेडी आप मर चुके हैं। ഭയത്താൽ ആ മിനിസ്ട്രി ബന്ധാക്കി വെക്കുന്നു, അതില്ലെങ്കിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അത് മരണപ്പെട്ട ഒരു അവസ്ഥയിലാണ്. बार बार वो लहर क्यों मार रहा था आपको पता है? जो लहर है बार बार बोट को क्यों मार रहा था? ഈ തിര എന്തുകൊണ്ട് അത് ഇങ്ങനെ ഓരോ പ്രാവശ്യം ഇങ്ങനെ ആ പടകിലേക്ക് ഇങ്ങനെ തള്ളി കയറിക്കൊണ്ടിരിക്കുന്നു? चेलों को क्यों भयभीत कर रहा था? वो जो लहर क्यों भयभीत कर रहा था? ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നോക്കി എന്തുകൊണ്ട് അവർക്ക് ഈ തിരമാല അവരെ ഭയപ്പെടുത്തുന്നു? वो यीशु मसीह को वो चेलों को नुकसान करने के लिए नहीं था, वो यीशु मसीह को रोक रहे थे कि और पार ना जाने के लिए। ഈ തിരകൾ കടന്നു വന്നത് ശിഷ്യന്മാരെ നശിപ്പിക്കുവാൻ വേണ്ടിയല്ല, യേശു അക്കരയ്ക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ തിരകൾ കടന്നു വന്നത്. उसके बाद उन्होंने प्रभु यीशु मसीह ने उठा और पानी को क्या कहा? थम जा, और लहर को डांटा। यहाँ स्पष्ट रीति से लिखा गया है 39। ആമേൻ. 39 എഴുതിയിട്ടുണ്ട്, യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു. तब उसने 39 तब उसने उठकर अंधी को डांटा और पानी को शांत कहा। അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു. हमारा यीशु मसीह जो है वो नेचर से हर समय जुड़े रहते थे, क्योंकि उन्होंने खुद ये दुनिया को बनाए थे। ആമേൻ. യേശു ആമേൻ ദൈവമാണ് ഇതെല്ലാത്തെയും സൃഷ്ടിച്ചത്, അതുകൊണ്ട് താൻ അതിന്റെ മേൽ അധികാരമുണ്ട്. इसी प्रकार का हम देखते हैं कि परमेश्वर हमारे साथ रहा, लेकिन पानी को क्यों नहीं डांटा, लेकिन आंधी को क्यों डांटा? ये सोचने वाली आज बात है। पानी को उन्होंने स्थिर रह कहा, और जो आंधी आया, आंधी को उन्होंने यीशु मसीह ने डांटा। ആമേൻ. ഇവിടെ യേശു ആമേൻ കാറ്റിനെ ശാസിക്കുകയും കടലിനെ അടങ്ങുമാറാക്കുകയും ചെയ്തു. आज भी हमारे साथ परमेश्वर हमको नहीं डांटते हैं। आज भी परमेश्वर उस शैतान को अभी भी डांट रहे हैं। क्या आप आज विश्वास कर रहे हैं? यहाँ जितने लोग ये वचन को आप सुन रहे हैं, ആമേൻ. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ടോ? ആമേൻ. യേശു ഇന്നും പിശാചിന്റെ ആ പ്രവൃത്തിയെ ശാസിച്ചുകൊണ്ടിരിക്കുക. आज 3 नंबर में बात करूंगा, द पावर ऑफ जीसस ओवर स्टॉर्म। डर के ऊपर यीशु मसीह का शक्ति। ഓക്കെ. മൂന്നാമത്തെ വിഷയം, ഭയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ ആ ശക്തി. आमीन। इसी प्रकार का हम देखते हैं किस प्रकार का हमारा यीशु मसीह ने उनके जो पावर है, किस प्रकार का समुद्र और लहर को डांट कर उन्होंने शांत कर दिया। യേശു ക്രിസ്തു ആമേൻ ഈ കാറ്റിനെയും കടലിനെയും ശാസിച്ച് നിർത്തിയ ആ ശക്തി. लेकिन एक क्वेश्चन उन्होंने सवाल किया यीशु मसीह ने, तुम क्यों डरते हो? എന്നാൽ യേശു അവിടെ ഒരു ചോദ്യം ചോദിക്കുവാനിടയായി, നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്, ഭീരുക്കളാകും. दूसरा में कहा, क्या तुम्हें अब तक विश्वास नहीं है? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ? बहुत से लोग तो सेवा में निकल चुके हैं, അനേകർ സുവിശേഷ വേലയിൽ ഇറങ്ങിയിട്ടുണ്ട്. ज्ञान ना होने के कारण उन्होंने अभी धीरे धीरे मिनिस्ट्री को भी छोड़ रहे हैं। പരിജ്ഞാനമില്ലാത്തതിനാൽ അവർ അനേകർ സുവിശേഷ വേല വിട്ടുപോകുന്നു. यीशु मसीह का जो बुलाहट को चेलों ने नहीं समझ पाया, तो हम तो कितना दूर में हैं और हम कैसे समझ सकते हैं? ആമേൻ. യേശു ശിഷ്യന്മാരെ വിളിച്ചു, പക്ഷേ ശിഷ്യന്മാർ വിചാരിക്കുക നമ്മൾ ഇത്രത്തോളം പ്രശ്നത്തിലാ, ഇത് എങ്ങനെയാ ആമേൻ മുന്നോട്ട് പോകുന്നത്? हमने इन दिनों में हमारे गॉड्स मिशन के द्वारा इस सप्ताह में कई बार हम विश्वास के बारे में हम सुने हैं। ഗോഡ്സ് മിഷൻ മുഖാന്തരം നമ്മൾ വിശ്വാസത്തെ കുറിച്ച് ആമേൻ അധികമായി കേട്ടുകൊണ്ടിരിക്കുന്നു. तो क्या है विश्वास? डर आने के बाद विश्वास क्या गायब हो जा रहा है क्या? ഈ ഭയപ്പാട് വരുന്നത് കൊണ്ട് നമ്മുടെ വിശ്വാസം നമ്മളിൽ നിന്ന് ദൂരെ പോവുകയാണോ? इसीलिए बार बार परमेश्वर कहता है कि मत डर, मैं तेरे साथ हूं।
അതുകൊണ്ടാണ് കർത്താവ് ഇടവിടാതെ പറയുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. उसके बाद जिसो उनके साथ था, യേശു അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. लेकिन आज हम हमारा विश्वास के जीवन में हम जब देखते हैं मोस्टर सीड्स के बारे में बात करते हैं, क्या सचमुच में हमारा विश्वास किसके ऊपर है और अभी वो विश्वास हमको कैसे लहर फेंक रहा है, इस चीज को आज सोचने वाली बात है. എന്നാൽ ഇന്ന് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ യേശുവിനോട് കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ആ വിശ്വാസം യേശുവിനോട് കൂടെ ഉള്ള ആ ധൈര്യത്തിലാണോ അതോ അവിടെ അത് ഉലച്ചിൽ സംഭവിക്കുന്നു? जब 41 में हम देखते हैं वही बहुत से डर गए और आपस में बोले, ये कौन है, अंधी और पानी को उसकी आज्ञा मानते हैं. ഇവിടെ പറയുന്നത് അവർ വളരെ ഭയപ്പെട്ടു, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. जो लोग सचमुच में यीशु मसीह के बारे में पता नहीं है, वो लोगों को इस प्रकार का समस्या एक बार नहीं हर बार आता है. मैंने कई गवाही मैंने सुना है. യേശുവിനെ കുറിച്ച് യഥാർത്ഥമായി മനസ്സിലാക്കാൻ കഴിയാത്ത ആൾക്കാർ ഇതുപോലെ സംസാരിക്കും. അനേകരുടെ വായിൽ നിന്നും എനിക്കത് കേൾക്കുവാൻ ഇടയായിട്ടുണ്ട്. क्या आपका और मेरे घर में यीशु मसीह सोया है? ആമേ, എന്റെ നിങ്ങളുടെ ഭവനത്തിൽ യേശു ക്രിസ്തു ഉറങ്ങുകയാണോ? यीशु मसीह रहते हुए क्या आज भी इस चेलों के जैसे हमारे मन में डर है? യേശു കൂടെ ഉണ്ടായിരുന്നിട്ടും ഈ ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് പോലുള്ള ഒരു ഭയം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? तो ये अच्छे साइनिंग नहीं है कि यीशु हमारे साथ रहते हुए हमारे जीवन में लहरें जब डरा रहा है, उसका मतलब है हमें कुछ ना कुछ और वचन में और प्रार्थना में लगे रहने के लिए मौका है हमारे लिए. ആമേൻ. യേശു കൂടെ ഉള്ളപ്പോഴും ഈ കാറ്റും തിരമാലകളും കടന്നു വരുന്നുണ്ടെങ്കിൽ ആമേ, ഇനിയും നമ്മൾ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും മുന്നേറണമെന്നുള്ളതാണ് കാണിക്കുന്നത്. मैंने पहले बात कहा द रियलिटी ऑफ स्टॉर्म. मैंने पहले एक बात कहा द रियलिटी ऑफ स्टॉर्म. ആമേൻ. ഒന്ന്, യാഥാർത്ഥ്യത്തിൽ ആമേൻ നിലനിൽക്കുക. सेकंड मैंने बात किया तो रेस्पॉन्स इन द स्टॉर्म. ആമേൻ. രണ്ടാമത് ഞാൻ പറയാൻ ഇടയായി തീർന്നത്, ആമേൻ, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആമേൻ ഉത്തരവാദിത്വത്തിൽ നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കുക. तीसरा में मैं बात किया द पावर ऑफ जीसस ओवर द स्टॉर्म. किस प्रकार का परमेश्वर वो ऑब्स्टेकल जो था उसके ऊपर परमेश्वर हमारा साथ है. ആമേൻ. മൂന്നാമത് ആമേൻ, നമ്മുടെ പ്രതികൂലത്തിന്റെ സമയത്ത് യേശു ക്രിസ്തു തന്റെ അധികാരത്തെ പ്രയോഗിക്കും, തന്റെ അധികാരത്തെ കുറിച്ച്. जब हमने 40 पद में देख रहे हैं किस प्रकार का हमारे लिए एक सवाल आज है, क्या अभी भी डरते हो, क्यों डरते हो? और दूसरा क्वेश्चन है, क्या तुम अब तक विश्वास में नहीं हो? ये दो चीज को आज सोचने वाली हर लोगों को सोचने की बात है आज. നാലാമത്തെ വിഷയം, ആമേൻ, നിങ്ങൾ ഇപ്പോഴും ഭീരുക്കളാകുന്നോ അതോ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നില്ലയോ? ഇത് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കാനുള്ള കാര്യമാണ്. चौथा नंबर है लेसन फ्रॉम द स्टॉर्म. हमें इस लेसन में, ये अध्याय में हमने अपने जीवन में हमने सीखा. നാലാമത്, ഈ അധ്യായത്തിൽ നമ്മൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്? जब हम गलत करते हैं, गलत के बाद हमारे जीवन में शिक्षा मिलता है. തെറ്റ് ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിൽ നിന്നും അനേക കാര്യങ്ങളെ പഠിക്കുവാൻ കഴിയും. जो लहर मार रहा था वो पानी नहीं है, वो शैतान वो नाव को क्या कर रहा था, रोक रहा था ताकि यीशु मसीह दूसरे और ना जा सके. ആ തിര വന്ന് തള്ളുന്നത് വെള്ളം കൊണ്ട് മുക്കുന്നതല്ല, യേശു അക്കരയ്ക്ക് പോയി തന്റെ പ്രവർത്തനം ആരംഭിക്കാതിരിക്കാൻ വേണ്ടിയുള്ള इसका बहुत बड़ा कारण है. जब 5 अध्याय में आप जब पढ़ेंगे, आप घर में जाकर पढ़िएगा, वो झील के पार गैसरेनिया देश में पहुंचे. जब वहां 5 अध्याय 1 का दूसरा में है, अब तक नाव में उतरा तो तुरंत एक मनुष्य जिसमें अशुद्ध आत्मा थी कब्र से निकलकर उसे मिला. वह कब्र से रहा करता था और कोई उसे शिकलों से भी ना बांध कर सकता था, क्योंकि वह बार बार बेड़ियों और शिकलों से बांधा गया था. और उसने शिकलों को तोड़ दिया और बेड़ियों को टुकड़े टुकड़े कर दिए थे, और कोई ऐसे बस में नहीं कर सकता था. वह लगातार रात दिन कब्र में पड़ी रहती थी, चिल्लाती रहती थी और अपने पत्थरों से घायल करता था. वह यीशु को दूर से देखकर दौड़ा, उसे प्रणाम किया और ऊंचे शब्द से चिल्लाकर कहा, हे यीशु, परम प्रधान परमेश्वर का पुत्र, मुझसे तुझसे क्या काम है? यही है जो लहर मार रहे थे, यही है शैतान. वो बोट को क्या कर रहा था, बार बार आगे ना बढ़ने के लिए वो बहुत बार डूबने का कोशिश कर रहे थे.
യേശു സഞ്ചരിച്ച പടകിൽ ഇത്രത്തോളം തിര തള്ളിക്കയറുകയും ഇത്രത്തോളം അവരെ നശിപ്പിക്കുവാൻ ശ്രമിച്ചതിന്റെ കാരണം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഗദര ദേശത്തിൽ എത്തുമ്പോൾ അവിടെ ഒരു അശുദ്ധാത്മാവ് പ്രാപിച്ച ഒരു മനുഷ്യൻ കല്ലറയിൽ കിടന്നുറങ്ങുകയും അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടും അതെല്ലാം ആമയെ പൊട്ടിച്ചുകൊണ്ട് അവൻ ആ ബന്ധനം എല്ലാം പൊട്ടിച്ചുകൊണ്ട് അവൻ അവിടെ തന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ചുകൊണ്ട് അവിടെ കഴിയുന്നതായിട്ട് കാണുവാൻ കഴിയും. അവൻ വന്ന യേശുവിനെ എതിരേൽക്കുകയും നീ സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ കടന്നു വന്നോ എന്ന് ചോദിക്കുന്നത് നമുക്ക് 5-ാം അധ്യായത്തിൽ കാണുവാൻ ഇടയാവും. जब इसी प्रकार का हम सुसमाचार लेकर जाते हैं, आज भी शैतान हमारे लिए प्रतिबंधक कर रहा है, तो उसका मतलब है वेट एंड वॉच, और समय को हमने क्या करना है, समय को उनका काम करने देना है. ആമേൻ. നമ്മുടെ ജീവിതത്തിലും സുവിശേഷ വേലയുമായിട്ട് കടന്നു ചെല്ലുമ്പോൾ ശത്രു ഇതുപോലെ ആമേൻ പ്രശ്നങ്ങളുമായി കടന്നു വരും. അവർ അവരുടെ സമയം വരെയും പ്രവർത്തിക്കുവാൻ ആമേൻ കടന്നു വരുമ്പോൾ ആമേൻ നമുക്ക് വിരോധമായിട്ട് ദണ്ഡനങ്ങൾ ഏൽപ്പിക്കും. केवल हमारे लिए ऐसा समस्या नहीं था. हम देखते हैं दानियल का पुस्तक में सदरक मेशक अबेदनगो के बारे में हम देखते हैं वो प्रतिकूल परिस्थिति उनके जीवन में नहीं था. वो गुलामी के हालत में उनको विश्वास को उन्होंने स्थिर रखा. ഇത് കേവലം നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, ദാനിയേലിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ശദ്രക് മേശക് അബേദ്നെഗോയെ കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലും ഇതുപോലുള്ള പ്രതികൂലങ്ങളാണ് കടന്നു വന്നത്. क्या हमारे जीवन में आज कंप्रोमाइज करने के लिए हम तैयार हैं क्या? ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ ഇതുമായിട്ട് ആമേൻ ബന്ധപ്പെട്ട് പോകുവാൻ നമ്മൾ തയ്യാറാണോ? आज बार बार परमेश्वर का वचन कहता है, आज भी वही वचन हमारे लिए बार बार चुनौती देता है, बोझ से दबे हुए लोग मेरे पास आओ, मैं तुम्हें विश्राम दूंगा. ആമേൻ. ദൈവത്തിന്റെ വചനം നമ്മെ വീണ്ടും അനേകം പ്രാവശ്യം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആമേൻ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ ഞാൻ നിങ്ങൾക്ക് വിശ്രാമം നൽകാം. हो सके हमारे लिए शैतान बहुत प्रकार का समस्या डालता होगा. अभी संस्था बंद हो गया, अभी सपोर्ट बंद हो गया. सचमुच में मैं एक बार सोचता हूं तो परमेश्वर, आज भी मैं जब मिशन इंडिया 18 साल मैंने काम किया, उसके बाद में किसी मिशन से अभी भी मेरा कोई नाम नहीं है और किसी जगह पर मैं अभी तक उनके साथ में काम नहीं कर रहा हूं. लेकिन परमेश्वर मुझे अभी भी खाना खिला रहा है, कपड़ा दे रहा है. इससे बढ़कर परमेश्वर मुझे क्या कर सकता है? ആമേൻ. എന്റെ ജീവിതത്തിലും 18 വർഷക്കാലം ഞാൻ മിഷന്റെയോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ ഇടയായി തീർന്നു. എന്നാൽ പ്രൈസലോട് അതിൽ നിന്നും മാറ്റപ്പെട്ടതിന് ശേഷവും ഇന്നും ദൈവം എനിക്ക് ആഹാരവും വസ്ത്രവും എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി എന്നെ പരിപോഷിപ്പിക്കുന്നുണ്ട്. क्योंकि परमेश्वर जब बुलाया है तो वो खाना भी खिलाएगा, वो कपड़ा भी देगा. ये मैं विश्वास करता हूँ, ये बाइबल को पकड़कर. ആമേൻ. ദൈവവചനം എടുത്തുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം വിളിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ ദൈവം നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി തരും. बार बार आपको परिवार आपको समस्या डालता होगा. मैं आज मेरे घर में बहुत से धन है, संपत्ति है, लेकिन मैंने घर छोड़ दिया. 27 साल हो गया. ആമേൻ. നമുക്ക് കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ ഞാൻ ഇന്ന് 17 വർഷങ്ങളായി എനിക്ക് സാമ്പത്തികമായിട്ട് എല്ലാം ഉണ്ടായിരുന്നത് വിട്ടിട്ടാണ് ഞാൻ സുവിശേഷത്തിലേക്ക് ഇറങ്ങിയത്. इसी प्रकार का मैं समय को ज्यादा नहीं लेना चाहता, क्योंकि जब मुझे परमेश्वर ने, प्रिय दास ने मुझे मौका दिया, इसलिए बहुत धन्यवाद. गॉड्स मिशन का ऑल स्टाफ के लिए मैं बहुत बहुत आभारी हूं. और इसी प्रकार का आपका प्रेम हमारे ऊपर बनाए रहे और परमेश्वर का अनुग्रह हो. जरूर आपके साथ हमने निर्णय लिया है कि आप हमारे घर में आ रहे हैं और जितना दिन जीवन रहेगा हम गॉड्स मिशन के नाम पर हम समर्पित करेंगे मेरे परिवार को. इतना बोलकर, और मैं आज किया हुआ प्रचार के लिए जब मेरे पास कुछ गलत हो गया है तो मुझे माफ करना है एक भाई के नाते. और मैं बहुत बहुत धन्यवाद. खुशी में मैं बहुत से चीजों और भी बोलना था, लेकिन आगे जब मौका मिलेगा मैं जरूर बोलूंगा. इसीलिए बहुत बहुत धन्यवाद. थैंक यू वेरी मच. ആമേൻ. ഞാൻ ഗോഡ്സ് മിഷനിലുള്ള എല്ലാവരോടും നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു അവസരം എനിക്ക് ദൈവം ഒരുക്കി തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. എന്നിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാത്രമല്ല കർത്താവിന്റെ ദാസനും ഞങ്ങളുടെ അടുത്ത് കടന്നു വരുന്നുണ്ട്. അതിൽ ഞങ്ങൾ വലിയ സന്തോഷമുള്ളവരാണ്. തുടർന്നുള്ള ദിവസങ്ങളും ഗോഡ്സ് മിഷനിലെ കൂടെ ചേർന്ന് ഇങ്ങനെ മുന്നോട്ട് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ലഭിച്ച അവസരത്തിന് നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. यहाँ पर एक चीज और मैं भूल गया. मेरे इस जूम में मेरे लिए प्रोफेसी हुआ है. एक 4 व्हीलर के लिए किसी दास ने प्रोफेसी किया मेरा नाम को बुलाकर. परमेश्वर, मैं उस चीज को अभी भी प्रार्थना कर रहा हूँ. आप भी मेरे लिए प्रार्थना करें. वो जो कहा हुआ दास का मुंह से निकला हुआ शब्द मेरे घर में वो चीज आएगा. ഞാൻ ഈ സൂമില് വന്നതിന് ശേഷം ഒരു ദൈവദാസന് ഒരു പ്രവചനം പറയുവാനിടയായി. എനിക്കൊരു 4 വീലർ ദൈവം തരുമെന്ന് ഞാൻ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആഗ്രഹിക്കുന്നു. ദൈവം അത് എത്രയും പെട്ടെന്ന് നൽകി തരും. നിങ്ങളും അതിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
बहुत बहुत धन्यवाद, थैंक यू वेरी मच मुझे समय देने के लिए। നൽകിയ അവസരത്തിനായി ഞാൻ നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.